ഇന്നത്തെ നമ്മുടെ യാത്ര വാൽപ്പാറയിലേക്കാണ്. റോഡ് ഗതാഗതം മാത്രമേ ഈ പ്രദേശത്തേക്ക് ഉള്ളൂ. തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നിന്നും 64 കിലോമീറ്റർ അകലെയാണ് വാൽപ്പാറ. 40 കൊടും വളവുകൾ നിറഞ്ഞ ചുരം കയറി വേണം ഈ റോഡിലൂടെ വാൽപ്പാറയിൽ എത്തിച്ചേരാൻ. കേരളത്തിലെ ചാലക്കുടിയിൽ നിന്നും സംസ്ഥാന പാത 21 അതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ വഴി വാൽപ്പാറയിൽ എത്തിച്ചേരാം. വാൽപ്പാറയിൽ തന്നെ ഒരു ചരിത്രമുണ്ട്. 1846 രാമസ്വാമി മുതലിയാർ കാപ്പിത്തോട്ടങ്ങൾ ആരംഭിക്കുന്ന കാലം മുതലുള്ളതാണ് ഈ പ്രദേശത്തിൻ്റെ ആദ്യകാല രേഖകൾ. 1864 കർണാട്ടിക് കോഫി കമ്പനി അവരുടെ കാപ്പിത്തോട്ടങ്ങൾ ഇവിടെ ആരംഭിച്ചുവെങ്കിലും അവർക്ക് ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അവർ തങ്ങളുടെ ഭൂമിയുടെ ഒരു ഭാഗം വിറ്റു. 1875 ഇംഗ്ലണ്ടിലെ വെയിൽസ് രാജകുമാരന്റെ സന്ദർശനത്തിനായി പട്ടാളക്കാർ റോഡുകളും ഗസ്റ്റ് ഹൗസുകളും നിർമ്മിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇവിടെ നിയോഗിക്കപ്പെട്ടിരുന്ന പട്ടാളക്കാർ കുതിരകളെയും ആനകളെയും ഉപയോഗിച്ചിരുന്നു. എന്നിരുന്നാലും ഈ സന്ദർശനം പിന്നീട് റദ്ദാക്കപ്പെട്ടു. 1890 ഡബ്ല്യു വിൻഡിൽ, നോർഡൻ എന്നിവർ വാൽപ്പാറയുടെ ഭൂരിഭാഗവും ബ്രിട്ടീഷ് രാജ്യത്തിന് കീഴിലുള്ള മദ്രാസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നും വാങ്ങുകയും ചെയ്തു. വിൻഡിൽ ഈ പ്രദേശത്തെ വനഭൂമി വെട്ടിത്തെളിച്ച് തേയില, കാപ്പി എന്നിവ കൃഷി ചെയ്തു. കാർവർ മാർഷ് എന്ന പരിചയസമ്പന്നനായ തോട്ടക്കാരൻ്റെ സഹായം 250 രൂപ ഒരു ശമ്പളപ്രകാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഇതായിരുന്നു ചരിത്രം. വളരെ മനോഹാരിത നിറഞ്ഞ പ്രകൃതി സുന്ദരമായ ഒരു അത്ഭുതം തന്നെയാണ് ഈ പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടത്തിൻ്റെ സൗന്ദര്യം. വാൽപ്പാറയിലേക്ക് യാത്ര പോകുമ്പോൾ പലയിടത്തും വണ്ടികൾ ഒതുക്കി നിർത്തി കയ്യിലെ പൊതിച്ചോറ് കഴിക്കുന്നത് കാണാൻ കഴിഞ്ഞു. കാരണം ഇവിടെ കടകളും ഹോട്ടലുകളും വളരെ കുറവാണ്. മാത്രവുമല്ല, വീട്ടിലെ ഭക്ഷണം കഴിക്കുന്നത് ദൂരയാത്രയ്ക്ക് അഭികാമ്യം. തമിഴ്നാട് സംസ്ഥാനത്തിലെ കോയമ്പത്തൂർ ജില്ലയിലെ ഒരു താലൂക്ക് ഹിൽ സ്റ്റേഷനാണ് വാൽപ്പാറ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3500 അടി ഉയരത്തിൽ പശ്ചിമഘട്ട മലനിരകളിലെ ആനമലൈ കുന്നുകളിലാണ് ഈ ഹിൽ സ്റ്റേഷൻ നിലനിൽക്കുന്നത്. ടൗണിലേക്ക് എത്തുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള കടകളൊക്കെ തന്നെ അവിടെയുണ്ട്. അത്യാവശ്യം നല്ല ബിരിയാണി തന്നെയാണ് കഴിച്ചത്. കുട്ടികൾക്ക് കുറച്ചധികം എരിവായിപ്പോയി. എന്നാലും വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് അവർ നന്നായിട്ട് കഴിച്ചു. കേരളത്തിൽ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളുടെ അതിർത്തിയിലായി തമിഴ്നാട്ടിനോട് ചേർന്ന് കിടക്കുന്ന മലമ്പ്രദേശമാണ് ഷോളയാർ. ചാലക്കുടി പുഴ ഷോളയാറിൽ കൂടി ഒഴുകുന്നു. ആദിവാസികളുടെ വാസസ്ഥലമാണ് ഷോളയാർ. അതുകൊണ്ട് തന്നെ ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. ഷോളയാർ ഡാം ചാലക്കുടി പുഴയ്ക്ക് കുറുകെയാണ് കെട്ടിയിരിക്കുന്നത്. ഷോളയാർ പ്രധാന ഡാം, ഷോളയാർ ഫ്ലാങ്കിംഗ് ഡാം, ഷോളയാർ സാഡിൽ ഡാം എന്നിവ ഇവിടെയുണ്ട്. 1964, 1965 വർഷങ്ങളിലായാണ് ഈ അണക്കെട്ടുകൾ നിർമ്മിച്ചത്. ചാലക്കുടി പട്ടണത്തിന് 65 കിലോമീറ്റർ കിഴക്കായാണ് ഷോളയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഡാമിന് തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു കൊച്ചുകട ഇവിടെ ഉള്ളത്. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ്. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇങ്ങോട്ടേക്ക് നെറ്റ്വർക്ക് ലഭ്യമല്ലാത്തതിനാൽ ഗൂഗിൾ പേ വർക്കാവില്ല. അപകടം പിടിച്ച വളവുകൾ തന്നെയാണ്, ഏറെ സംശയമില്ല. അപകടമൊന്നും ഉണ്ടായില്ല, ഭാഗ്യം. റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്നാണ് പലരുടെയും അഭിപ്രായം.
കുത്തനെയുള്ള ഇറക്കം കാരണം ബസ്സിൻ്റെ അടിഭാഗം റോഡിൽ ഉരസിയതാണ് കാരണം. യാത്രക്കാരൊക്കെ കുറച്ച് പേടിച്ചെങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് യാതൊരുവിധ അപകടവും സംഭവിച്ചില്ല. യാത്ര ആസ്വദിക്കാനായി പതിയെ വാഹനങ്ങളെല്ലാം മുന്നോട്ടും വീടെത്താനുള്ള തിടുക്കത്തോടെ പതിയെ ഞങ്ങളും. ആനകളെ കൂട്ടത്തോടെ കണ്ടതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. അതിൻ്റെ ഒച്ചപ്പാടും ബഹളമായിരുന്നു കാറിൽ. യാത്ര തിരിച്ചു പോരുന്നതിനിടെ പ്രത്യേക ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. കാട് സംസാരിക്കുകയാണോ അതോ പാട്ട് പാടുകയാണോ, എന്തെങ്കിലും പരിഭവമോ പരാതിയോ പറയുന്നതാണോ? അത്രയ്ക്കും മനോഹരമായിരുന്നു അവയുടെ ആ മൂളിപ്പാട്ടുകൾ. ഹൈറേഞ്ച് ഇറങ്ങി വന്നപ്പോൾ നന്നേ ഇരുട്ടി. അപ്പോഴാണ് ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം പോലെ ഒരാൾ മുന്നിൽ വന്ന് പെട്ടത്. ഒരു മ്ലാവായിരുന്നു കേട്ടോ. 2 പേരുണ്ടായിരുന്നു. ഒരാൾ ഞങ്ങളെ കണ്ടപ്പോൾ പെട്ടെന്ന് ഓടി ഒളിച്ചു. കൂട്ടം തെറ്റി വന്നതാവാം. പാവം, നല്ല പേടിയുണ്ട്. ഒതുങ്ങി നിന്ന് ഞങ്ങളെ നോക്കുമായിരുന്നു. പിന്നെ അവനോട് യാത്ര പറഞ്ഞ് ഞങ്ങളും വീട്ടിലേക്ക് യാത്രയായി. കാടിൻ്റെ ഭംഗി തേടി അവനും വീട്ടിലേക്ക് യാത്രയായി കാണും. വീഡിയോ കണ്ടുപോകുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.